നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ ഏറെ ശ്രദ്ധ നേടിയ ഗോൾഡൻ അച്ചീവ്മെന്റ് അവാർഡ്സ് ദുബായ് സെക്കൻഡ് എഡിഷൻ 2014 രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. This is the second edition of the Global Media Events Golden Achievement Award. This was done in 2011 and this had a great turnout. I have another honorable guest here and we are indeed honored by the presence of Dr. Shaybani. His Excellency Dr. Shaybani, right here amidst us. He's the Chief Executive of the Charter of Loyalty and Belonging, Government of Sharjah. His Excellency Dr. Abdullah bin Mohammed Yusuf Al Shaybani, everybody. And Mr. Shaybani has promised me that he'll speak in Malayalam. Bismillah ar-Rahman ar-Rahim. Assalamu alaikum wa rahmatullahi wa barakatuh. First of all, my friend always is repeating that I know Malayali language. I know only just 2-3 words, and it's my honor that I know. So, Your Excellency, ladies and gentlemen, thank you very much to invite the Charter of Loyalty and Belonging to Sheikh Khalifa bin Zayed Al Nahyan. This charter, it's a national activity, and it's I think also good model to be spread in whole of the world. Especially we are talking about Indian people who was a partner with us from beginning of this country, from last 40 years when this Emirates became a union, and this union become today very important country in the world. It's my honor that I am standing in front of you today, tonight, and just to tell you thank you very much. Thank you, sir. Inspiring words. Thanks a lot. And I request His Excellency Dr. Kindi to grace the stage, please, once again. The Honorable Minister will be honoring Dr. Kindi with a memento. Ladies and gentlemen, put your hands together. Thank you, sir. Ladies and gentlemen, put your hands together for both of them. His Excellency Dr. Said Al Kindi and the Honorable Minister, Mr. K.C. Joseph. Now the favorite minister of ours, Dr. Munir. സ്നേഹമുള്ളവരെ, ഗ്ലോബൽ മീഡിയ ഇവൻറ്റ്സ് ദുബായ് അതിൻ്റെ സെക്കൻഡ് എഡിഷൻ ഗോൾഡൻ അച്ചീവ്മെൻ്റ് അവാർഡ്സ് നൽകുന്ന വേളയിൽ എന്നെ ക്ഷണിച്ചതിന് ആദ്യമായി നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ദുബായിൽ ലഭ്യമാകുന്ന അവാർഡുകളുടെ കൂട്ടത്തിൽ
ഏറെ മെച്ചപ്പെട്ട അവാർഡാണ് ഗ്ലോബൽ മീഡിയ ഇവൻറ്റ്സ് നൽകുന്നത് എന്നത് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ചടങ്ങ് അത്രയും മധുരമനോഹരമായി മാറിയിരിക്കുന്നു. കേരളത്തിൽ നിന്ന് എത്തുന്ന ഞങ്ങൾക്കെന്നും ഇവിടെ പറഞ്ഞ പോലെ രണ്ടാം വീട് എന്ന് ഞാൻ പറയുന്നില്ല, ഒന്നാം വീട് തന്നെയായിട്ട് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് UAE. ദീർഘമായി ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. പ്രവാസികളുടെ വോട്ടുകളെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ഞാനും KC ജോസഫും ഇടയ്ക്കിടയ്ക്ക് അതേക്കുറിച്ച് സംസാരിക്കാറുണ്ട്. നമുക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയാണ്. ആദ്യത്തെ പ്രവാസികൾക്ക് ഇവിടെ ഇരുന്നു കൊണ്ടുള്ള വോട്ട് ചെയ്യാനുള്ള അവസരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉണ്ടാക്കും എന്ന് ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. അതിനി പ്രോക്സിയാണോ അത് വോട്ടാണോ എന്നുള്ളത് ഈ വരുന്ന ദിവസങ്ങളിൽ വരുന്ന തീരുമാനത്തിനനുസരിച്ച് നമ്മൾ അതിനുള്ള നടപടികൾ എടുക്കും. ഏതായാലും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് ചെയ്തിരിക്കും. അത് ഞങ്ങൾ ഉറപ്പ് നൽകാൻ ഈ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഈ ചടങ്ങിന് ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. സാറിന് ഒരു റിക്വസ്റ്റ് ആണ് സാർ. ഇവിടെ എല്ലാവരും അക്ഷമരായി കാത്തിരിക്കുന്ന ഒരു കാര്യം, സാറിനോട് ഈ ഒരു ചോദ്യം ചോദിച്ചേ പറ്റുള്ളൂ എന്ന് എന്നോട് എല്ലാവരും പറഞ്ഞു. സാർ ഒരു പാട്ട് പാടും. ഇത് ചോദ്യമല്ലല്ലോ, ഇതൊരാവശ്യമാണ്. മധു സാറ് എല്ലാം ഇരിക്കുന്ന, കമൽ എല്ലാം ഇരിക്കുന്ന സ്ഥലത്ത് ഒരു 4 വരി സാർ. അവരൊക്കെ എന്നെ പറ്റി നല്ല പ്രതീക്ഷയിലിരിക്കുകയാണ്. അത് നഷ്ടപ്പെട്ടു പോകുന്നുള്ളത്. ഇന്നലെ മയങ്ങുമ്പോ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന മാതളപ്പൂമൊട്ടിൻ മണം പോലെ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓമനെ നീ എൻ്റെ അരികിൽ വന്നു. ഓമനെ നീ എൻ്റെ അരികിൽ വന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. Marvelous, sir. Thanks a lot. We'll move into the next award. Mr. Mohammad Shafi Abdullah wins the award for the excellent technology provider. For telephony, he's the managing director. മുഹമ്മദ് ഷാഫി അബ്ദുള്ള, സ്ഥിരോത്സാഹിയുടെ വിജയപഥം. സ്ഥിരോത്സാഹവും ആത്മാർത്ഥതയും കൊണ്ട് ബിസിനസ് മേഖലയിൽ വിജയപഥം വരിച്ച യുവ സംരംഭകൻ മുഹമ്മദ് ഷാഫി. The Global Achievement Award 2015 for the excellent technology provider goes to Mr. Mohammad Shafi Abdullah. From Telephony, everybody put your hands together and welcome Mr. Mohammad Shafi Abdullah. I request the Honorable Minister to give away the award. Actually, that sparked a revolution, right? Telephone. But now we are in the age of IT, where WhatsApp, Facebook has actually taken over telephone even, right? What do you think is the future? I mean, what do you think the future has in store for you?
In telephony, we are trying to provide our cost-effective 21st century requirement of ICT, which is information communication technology, and trying to cover to the maximum region and transfer whatever we have been gained from the industry during the last 20 years. Because it's a challenge, we consider ICT is a part of necessities in the current world. Apart from the food, shelter, healthcare, we consider ICT can even stand beside the healthcare, which is an average spending of a person on a monthly basis comes between 1,000 to 3,000 dirhams. Just thanks for all. Thank you, sir. Thanks a lot. அடுத்தது for the builder of the year. For the builder of the year, this year, Golden Achievement Award honors Mr. Pravesh Kuripalli for Ambika Builders. പ്രവീഷ് കുഴിപ്പള്ളി, സത്യസന്ധതയുടെ സന്തത സഹചാരി. നമ്മുടെ പ്രവൃത്തിയിൽ നന്മയുണ്ടെങ്കിൽ വിജയം താനേ വന്നുകൊള്ളും. അതിന് സത്യസന്ധതയും ഉണ്ടാകണം. Ladies and gentlemen, put your hands together for the builder of the year, Pravesh Kuripalli. He is the managing director of Ambika Builders. സിനിമയിൽ താങ്കൾ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തെന്ന് തോന്നുന്നു അല്ലേ? സിനിമ ഇപ്പം പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്? തമിഴിലാണ്. മമ്മൂക്കൻ്റെ ഒരു ഫിലിം ഇപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ടി.ആർ. റസാക്കായിട്ട്. വിത്തിൻ 3 months അതിനൊരു ഫൈനൽ ഡിസിഷൻ എടുക്കും. Thank you, sir. Thanks a lot. That was Mr. Pravesh Kuripalli, everybody. Please put your hands together for Mr. Pravesh Kuripalli, the builder of the year from Ambika Builders, the Golden Achievement Award 2014. Now for the next award is the Excellence in Food Supply and Service. This goes to, for JM Foods, the Managing Director, Mr. J.S. Rajan. J.S. രാജൻ, ഇല്ലായ്മയുടെ അടിത്തട്ടിൽ നിന്നും വ്യവസായത്തിന്റെ മടിത്തട്ടിലേക്ക്. Now the proud golden achiever, ladies and gentlemen, please welcome Mr. Rajan. ഈ ഒരു JM ഫുഡ്സിലേക്ക് എത്തിപ്പെടുന്ന ആ ബ്രേക്ക് എന്തായിരുന്നു? അല്ലെങ്കിൽ ദുബായിലേക്ക് എത്തിപ്പെട്ട ബ്രേക്ക് എന്താണ്? ലൈഫിലെ ഒരു ബ്രേക്ക്. ജോലി തുടങ്ങിയത് ഒരു ഡ്രൈവറിൽ നിന്ന് തുടങ്ങിയ ജോലിയാണ്. ഹോട്ടലുകളിൽ സാധനങ്ങൾ സപ്ലൈ ചെയ്യുമ്പോൾ ആളുകളെ കാണുകയും പല പ്രോഡക്റ്റുകൾ കണ്ട് പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള പ്രചോദനത്തിൽ നിന്നാണ് ഞാൻ ഈ ഫുഡ് സപ്ലൈ ചെയിനും അതിൻ്റേതായ ബിസിനസ് തുടങ്ങിയത്. പക്ഷേ അതിൽ നിന്ന് ഇപ്പോൾ ഒരു 20 വർഷം കൊണ്ട് ഞാൻ സെയിം ബിസിനസ്സാണ്. ഇപ്പോൾ എനിക്കൊരു 100-ൽ പരം ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്നുണ്ട്. ആ ഒരു സന്തോഷത്തിലുമാണ്. That's why we call UAE the land of dreams. We can dream and we can make it. Mr. J.S. Rajan is an example, everybody. Please put your hands together for Mr. J.S. Rajan. Thanks a lot and congratulations. ഞാൻ പറഞ്ഞല്ലോ, ഗോൾഡൻ അച്ചീവ്മെന്റ് അവാർഡ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആദരവ് അവിടെയാണ്. വളരെ ഒരു സ്ക്രാച്ചിൽ നിന്നും തുടങ്ങി അച്ചീവ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. അവരെയും ഓണർ ചെയ്യാൻ കിട്ടുന്ന ഈ ഒരു അവസരം തീർച്ചയായും ഇറ്റ്സ് ഇൻഡീഡ് an honor for me. Now, moving on, for engineering, the golden achiever is for GMARC Middle East and it is Mr. Manikandan Meloth. മണികണ്ഠൻ മേലോത്ത്, അർപ്പണ മനസ്സിന്റെ വിജയം. മണികണ്ഠൻ മേലോത്ത് പ്രവാസി വ്യവസായി മാത്രമല്ല, ചന്ദ്രനിൽ സ്വന്തമായ സ്ഥലം വാങ്ങിയ ആദ്യത്തെ മലയാളി കൂടിയാണ്. Ladies and gentlemen, put your hands together and welcome Mr. Manikandan Meloth. ചന്ദ്രനിൽ ഭൂമി വാങ്ങുക, ആലോചിച്ച് നോക്കിയേ. അത് സർ വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നുന്നു. എന്തുകൊണ്ട്, എങ്ങനെ, എന്താണ് ഇനി അങ്ങോട്ട്? ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് പറയാണ്, ഐ വിൽ ഗിവ് യു എ വെരി ഗുഡ് ഗിഫ്റ്റ്.
ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയാണ് ചന്ദ്രനിൽ കുറച്ച് സ്ഥലം തരാം. പറയുമ്പോൾ എനിക്ക് ഒരു തമാശയായിട്ട് തോന്നി. ഞാൻ പറഞ്ഞു ഐ ആം ഇൻട്രസ്റ്റഡ്. ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഷാർജ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇതുപോലത്തെ ഒരു പാർസൽ വന്നിരിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞു. അത് ഈ ലൂനാറിൻ്റെ ഡീഡായിരുന്നു. ഇതുമായിട്ട് ഞാൻ വീട്ടിലേക്ക് പോവുകയും, സാധാരണ നമ്മളെല്ലാം നാട്ടിൽ പോയി കഴിഞ്ഞാൽ ബ്രോക്കേഴ്സ് വരും, അതേപോലെ ഈ ബ്രോക്കറും എന്നോട് പറയുകയുണ്ടായി കുറച്ച് സ്ഥലമുണ്ട് കൊടുക്കാൻ. ഞാൻ പറഞ്ഞു ഞാൻ ചന്ദ്രനിൽ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അയാളും ചിരിക്കാൻ തുടങ്ങി. എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു എൻ്റെ സൈഡിലിരിക്കുന്നത്, അയാളും ചിരിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം കൊണ്ട് കാണിച്ചു. അടുത്ത ദിവസം ന്യൂസ് പേപ്പറിലെല്ലാം അതിനെ പറ്റിയിട്ട് കൂടുതൽ അഡ്വർടൈസ്മെൻ്റ് എല്ലാം വന്നു. താങ്ക് യു സർ. താങ്ക്സ് എ ലോട്ട്. Thank you very much. ഏതെങ്കിലും ബിൽഡർ അങ്ങോട്ട് പോകുന്നുണ്ടോ? Thank you, sir. And now, the next award is in the category Diesel Energy. And for Star One Group, the Managing Director, Mr. Shabin Ashraf. ഷൈബിൻ അഷ്റഫ്. നിശ്ചയദാർഢ്യത്തിന്റെ തിളക്കം. കഷ്ടപ്പാടുകളുടെ കാലദേശാതിർത്തികളെ നിശ്ചയദാർഢ്യം കൊണ്ട് തോൽപ്പിച്ച സുമനസ്. ഇതാണ് ഷൈബിൻ അഷ്റഫ്. Mr. Shabin Ashraf. Ladies and gentlemen, put your hands together. I request Dr. Munir sir to do the honors. Quick question to you. 2007, you came here and it clicked. But we all know 2008, 2009, and from then on, we went through a lot of economic depression. How did you survive? അത് ഈ 2007 ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 2007 ഞാനൊരു ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടേ ഉള്ളൂ. 2009 ഞാനൊരു എൻ്റർപ്രണറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത്. 2012 ഞാൻ 100 million ടേൺ ഓവർ ആയിരുന്നു. Thanks a lot. Teamwork, it wins. Thank you. Thank you, Mr. Shabin Ashraf. Thanks a lot. Thank you all. For the manufacturing industry, for hot pack packaging industries, the award goes to Mr. Abdul Jabbar PB. അബ്ദുൽ ജബ്ബാർ PB. കഠിനാധ്വാനത്തിന്റെ വിജയത്തിളക്കം. ഇച്ഛാശക്തിയുടെയും കഠിനാധ്വാനത്തിന്റെയും വിജയത്തിളക്കമാണ് ഹോട്ട് പാക്ക് കമ്പനിയും അതിന്റെ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ജബ്ബാറും. Mr. Abdul Jabbar PB of Hot Pack Packaging Industries. And to give away the award, Hot Pack, it's been a success story all along. How did you get into a packaging industry? And I started a packaging materials company as a trading company in 1995. And on due course, the business was expanding, and we have started backward integration. We started manufacturing in 2007. As the candidate previously said, although it was a recession, so-called recession was not affecting us. We achieved a upward graph all the year during the recession period also. And now we are in a target of 1 billion dirham by 2018. And hopefully we'll achieve this target by 2018. Thank you, sir. Thanks a lot. All the best. Thank you very much. And congratulations. Ladies and gentlemen, put your hands together once again for Mr. Abdul Jabbar PB. Thanks a lot, Munir sir. But we can't leave you without honoring you. His Excellency Mr. Kindi, can you please come on stage? His Excellency Dr. Said Al Kindi is going to honor our Honorable Minister, Dr. M.K. Munir, with a memento from Global Media Events, Dubai.
You know that all these awards, we had a jury. We had a jury and they were members of the Kerala Chamber of Commerce and Industry. We have the members of Kerala Chamber of Commerce right here, and absolutely, without them, this event would never happen. Kerala Chamber of Commerce and Global Media Events Dubai has put the show together for you, and they are the ones who meticulously picked and chose all these people, all these honorable guests. So let me welcome the chairman, Matthew Kurivitharam, and the ex-chairman, K.N. Marzook, onto the stage. Ladies and gentlemen, please welcome them from the Kerala Chamber of Commerce and Industry. And to honor them, നമ്മുടെ പ്രിയപ്പെട്ട, നമ്മുടെ ബഹുമാനപ്പെട്ട, നമ്മുടെ കേരള മുഖ്യമന്ത്രിയുടെ മകൾ, Achu, please grace the stage. Put your hands together. Achuവിൻ്റെ accolade അങ്ങനെയല്ല പറയേണ്ടത്. Achu is an established entrepreneur herself. She's a fashion designer as well, as I heard. Are you? Achu, could you please honor the chairman Matthew Kurivitharam and ex-chairman K.N. Marzook? All three of you, please stay back. The chairman, Mr. Matthew Kurivitharam. Once they asked us to join for this activity, we actually inquired about the credibility of this organization. And we got a very good report. Hence, we are associated with this global media event. Thank you. Now the ex-chairman, K.N. Marzook. ദുബായിലുള്ള പ്രവാസികളും കേരള ചേംബറിനെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനും അഭ്യർത്ഥിക്കാനുള്ളത്. And now, Achu, could you grace us with a few words? As we all know, we are gathered here to honor eminent business personalities in Dubai, who I would call are the pillar of the Indian diaspora here in the